ഇന്ന് രാവിലത്തേടം ഞാനൊരു വാശി തീർക്കാൻ പോവാണേ. വേറൊന്നുമല്ല, നമ്മൾ മറൈൻ എക്സ്പോ കാണാൻ പോയ സമയത്ത് ഫുഡ് കോർട്ടിലൊക്കെ ചെന്നപ്പം പാനിപ്പൂരി ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ തിരക്ക് കാരണം അതിൻ്റെ 7 ഇല തടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ തെള്ള് കൊണ്ട് അവിടെയൊക്കെ നിന്നു. പക്ഷേ വാങ്ങാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോരുന്നു. അതൊരു മോഹഭംഗമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ. അപ്പോൾ അത് പരിഹരിക്കാൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പാനിപ്പൂരിയുടെ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ വാങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആച്ചി ബ്രാൻഡിൻ്റെ പാനിപൂരി കിറ്റായിരുന്നു. ഇത് വേറെ ഒരെണ്ണമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് 2 പാക്കറ്റ് പൊടിയുണ്ട്. ഒന്ന് പുളിയും ഒന്ന് എരിവും. അത് തിളപ്പിച്ചാറിച്ച വെള്ളമൊക്കെ ചേർത്ത് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ റെഡിയാക്കാം. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രുചിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വെളിച്ചെണ്ണ ഒഴിച്ചു, ജീരകം ഇട്ടു, പിന്നെ കുറച്ച് ഉഴുന്നിട്ടത്. ഉഴുന്ന് വറക്കുമ്പോൾ ഉള്ള മണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ അതിനകത്ത് ഒരു സവാള അരിഞ്ഞതും പിന്നെ തക്കാളിയൊക്കെ ചേർത്തു. തക്കാളി ചേർക്കാറില്ല ചിലർ. പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയാണ് നായകൻ്റെ രംഗപ്രവേശം. തിളച്ച എണ്ണയിലോട്ട് വാരി ഇടുമ്പോഴത്തേക്ക് ഇവർ മസിലൊക്കെ പെരുപ്പിച്ച് ഇങ്ങനെ കയറി വരും. നമ്മൾ അവരെ കോരിയെടുത്തൊരു പാത്രത്തിലോട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ തലമണ്ടയ്ക്ക് ഒരു തട്ടൊക്കെ കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും പുളിയും എരിവും ഒക്കെ ഒഴിച്ച് നല്ല മാന്യമായിട്ട് അങ്ങോട്ട് കഴിക്കണം.